പക്ഷേ അതൊരു പഠനമല്ലാന്ന് ആ കുട്ടി മനസ്സിലാക്കിയാൽ ഒരു ഇനിഷ്യൽ ഇൻട്രസ്റ്റിന് ഇത് കുഴപ്പമില്ല, വേണമെങ്കിൽ ഒന്ന് പക്ഷെ അതല്ല കല എന്നുള്ളത്. കാരണം അവർ പഠിക്കുന്നത് ഒരു അടിസ്ഥാന വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കലയുടെ കുറച്ച് ഗുരുവിനോടൊപ്പം ലിവ് ചെയ്യുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. യൂട്യൂബിൽ നിന്ന് പഠിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അതൊരു പഠനമല്ലാന്ന് ആ കുട്ടി മനസ്സിലാക്കിയാൽ ഒരു ഘട്ടം എത്തുമ്പോൾ അതൊരു ഗുരുവിനെ അന്വേഷിച്ച് പോവുകയും എന്നിട്ട് ആ ഒരു പഠനത്തെ ആഴത്തിലാക്കുകയും ഒക്കെ ചെയ്തോളൂ. അപ്പോൾ ഒരു ഇനിഷ്യൽ ഇൻട്രസ്റ്റിന് ഇത് കുഴപ്പമില്ല, വേണമെങ്കിൽ ഒന്ന് പക്ഷെ അതല്ല കല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൂടുതൽ ഒരു കൃത്യമായ പഠനം. അതേ അപകടമാണ് ഈ ഗ്രാജുവേഷനും മാസ്റ്റേഴ്സും ഒക്കെ എടുക്കുന്നവർക്ക് ഇതേ അപകടമാണ്. കാരണം അവർ പഠിക്കുന്നത് ഒരു അടിസ്ഥാന വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കലയുടെ കുറച്ച് കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരു റെപ്പർട്ടോയർ പഠിച്ചു എന്ന് വരും. ഇതല്ലല്ലോ കലയുടെ പഠനം എന്ന് പറയുന്നത്, ഇങ്ങനെയല്ല എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അത് മാത്രമല്ല എന്നർത്ഥം. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഗുരുവിനോടൊപ്പം ലിവ് ചെയ്യുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നോട്ട് ദാറ്റ് യു ആർ ലിവിങ് വിത്ത് ഹർ ഇൻ ഹർ ഹൗസ്, but on a daily basis you are spending time with her, you are hearing her, you are hearing him, you are പല ആശയങ്ങൾ, ഓരോ കാര്യങ്ങൾ, സ്ട്രഗിൾസ്, ഇതെല്ലാം മനസ്സിലാക്കുന്നു. ഇന്നത്തെ കാലത്ത്, അതായത് ഇപ്പോഴത്തെ ഈ ഒരു തലമുറയിൽ അങ്ങനെ ഗുരുവിനോടൊപ്പം ലിവിങ് അല്ലെങ്കിൽ ഗുരുവിനോടൊപ്പം ലിവ് ചെയ്ത് ഒരു നൃത്തത്തിലോട്ട് അല്ലെങ്കിൽ കലയിലോട്ട് എത്തിപ്പെടുന്ന എനിക്ക് അങ്ങതാണ് അറിയുന്നത്. എൻ്റെ ഒരു ഇടം അങ്ങനെയാണ് താനും. അതുപോലെയുള്ള ഇടങ്ങളുണ്ട്. അത് ആ കുട്ടികൾക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണാനും ഉണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ഇനി മാമിന്റെ വക പ്രേക്ഷകർക്ക് ഓണാശംസകൾ അറിയിക്കണമെന്ന്